പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ ഒരു നിയമ പണ്ഡിതൻ യേശുവിനെ പരീക്ഷിക്കുവാനായി ചോദിച്ചു, ഗുരു, നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ്? യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഗലാത്യ 4:5-14 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, എന്തെന്നാൽ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഒരേ ഒരു കൽപ്പനയിൽ നിയമം മുഴുവനും അടങ്ങിയിരിക്കുന്നു. 1 യോഹന്നാൻ 4:21 തിരുവചനം പറയുന്നു, ക്രിസ്തുവിൽ നിന്ന് ഈ കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കും എന്ന്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നാം പരിശോധിക്കുകയാണെങ്കിൽ നാം എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. പ്രാർത്ഥിക്കുവാനും ദേവാലയത്തിൽ പോകുവാനും ജപമാല ചൊല്ലുവാനും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുവാനും നാം ഒരുക്കമാണ്. എന്നാൽ നമ്മിൽ സഹോദര സ്നേഹം വളരെ കുറവാണ്. നമ്മുടെ കുടുംബത്തിൽ പോലും പരസ്പരം സ്നേഹമോ പരിഗണനയോ അംഗീകാരമോ ക്ഷമിക്കുവാനുള്ള അവസ്ഥയോ അല്ലെങ്കിൽ ആ ഒരു ക്ഷമിക്കാനുള്ള മനോഭാവമോ ഇല്ല. മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും നാം കണ്ടില്ല എന്ന് നടിക്കുകയുമാണ് ചെയ്യുന്നത്. തിരുവചനം പറയുന്നു, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല എന്ന്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 12 യേശു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന്. യേശു നമ്മെ എപ്രകാരമാണ് സ്നേഹിച്ചത്? നാം ദൈവത്തെ വേദനിപ്പിച്ചിട്ടും പീഡിപ്പിക്കപ്പെട്ടിട്ടും അതുപോലെ അവഗണിച്ചിട്ടും തള്ളിപ്പറഞ്ഞിട്ടും ഒറ്റിക്കൊടുത്തിട്ടും ദൈവം നമ്മെ സ്നേഹിച്ചു. നമ്മുടെ പാപങ്ങൾ ചോദിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യാതെ ദൈവം നമ്മോട് ക്ഷമ കാണിച്ചു, കരുണ കാണിച്ചു, നമ്മെ സ്നേഹിച്ചു. എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് ജീവൻ നൽകി നമ്മെ സ്നേഹിച്ചു. സ്നേഹിതന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് യേശു തൻ്റെ ജീവിതത്തിലൂടെ വ്യക്തമാക്കി തന്നു. നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് നന്മകൾ ചെയ്യുവാനും നമുക്ക് കഴിയുമ്പോഴാണ് നാം സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിൻ്റെ മക്കളായി മാറുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു.